വെൽക്കം ബാക്ക് ടു സാലൻ ലേണിംഗ്. അഖില മിസ് ആണ്. സോ യെസ്, നമ്മുടെ EVSലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിരുന്നു ഇന്ത്യ ഈസ് മൈ കൺട്രി, ഇന്ത്യ എന്റെ രാജ്യം എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിനകത്തുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. യെസ്, ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ മക്കൾക്ക് ഇതിന്റെ ആൻസർ കിട്ടുന്നുണ്ടായിരിക്കും അല്ലെ, എന്തിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യെസ്, നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സോൾട്ട് സത്യാഗ്രഹ അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഉപ്പ് സത്യാഗ്രഹം? നമുക്കറിയാം, നമ്മുടെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലായിരുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് സോൾട്ട് അല്ലെ, ഉപ്പ് എന്ന് പറയുന്നത്. ആ ഉപ്പിന് അവർ ടാക്സ് ഏർപ്പെടുത്തുകയുണ്ടായി. അപ്പൊ ടാക്സ് ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നികുതി അടച്ചാൽ മാത്രമേ നമുക്ക് ഉപ്പ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് വയലേറ്റ് ചെയ്തിട്ടുള്ള നാട്ടുകാരെ എല്ലാവരെയും ഇവർ എന്ത് ചെയ്യാൻ തുടങ്ങി? ജയിലിൽ അടയ്ക്കാൻ അല്ലെ, ഇവർ ഈ പറയുന്ന പോലെ പണിഷ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ അതിനെതിരെയായിട്ട് നമ്മുടെ ഗാന്ധിജി മുന്നോട്ട് വരികയാണ്. ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ഒരു സമരമുറ കൊണ്ടുവരുമായിരുന്നു. അതാണ് നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം അല്ലെങ്കിൽ സോൾട്ട് സത്യാഗ്രഹ എന്ന് പറയുന്നത്. അപ്പൊ 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ വെച്ചിട്ട് നമ്മളെ ഗാന്ധിജി എന്ത് ചെയ്യാണ്? ഗാന്ധിജിയും കൂട്ടരും നമ്മുടെ ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര തിരിക്കുകയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. എന്നിട്ട് അവർ എന്ത് ചെയ്യാണ്? അവിടെ എത്തിയിട്ട് നിയമം ലംഘിച്ചിട്ട് അവര് ഉപ്പ് കുറുക്കി എടുക്കുമായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഉപ്പ് നിയമം ലംഘിച്ചു അല്ലെ. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. പക്ഷെ നമ്മുടെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഏറ്റവും വലിയൊരു പ്രതിഷേധമായിരുന്നു ഈ പറയുന്ന ഉപ്പ് കുറുക്കുക എന്ന് പറയുന്നത്. അപ്പൊ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലെ ജനദ്രോഹ നടപടികൾക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമായിട്ട് നമ്മുടെ സോൾട്ട് സത്യാഗ്രഹ അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം മാറുകയായിരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ ഉടനീളം എന്താണ് ഇതിന്റെ ഓരോരോ എന്താണ് ഈ പറയുന്ന ഉപ്പ് സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം നടന്നിട്ടുണ്ട് അല്ലെ. നമ്മുടെ കേരളത്തിലും ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ള ഒരുപാട് നേതാക്കൾ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു നമ്മുടെ കേളപ്പൻ എന്ന് പറയുന്ന അദ്ദേഹത്തിനെയാണ് നമ്മൾ കേരള ഗാന്ധി എന്ന് എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. അപ്പൊ മിസ് ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ആരാണ്? കേളപ്പനാണ്. അപ്പൊ ഉപ്പു സത്യാഗ്രഹം, സോൾട്ട് സത്യാഗ്രഹ എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമരം അല്ലെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയായിരുന്നു. അത് കൃത്യമായിട്ട് അതിന്റെ ഡേറ്റും ഈ പറയുന്ന നമ്മുടെ കേരള ഗാന്ധിനെയും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വെച്ചേക്കുക. പല രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്കറിയാം, ചാപ്റ്റർ കുറച്ച് വലുത് തന്നെയാണ് അല്ലെ. അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കാനുണ്ട്. അപ്പൊ ഇനിയും നമ്മുടെ ക്ലാസ് 4ലെ മക്കൾക്കായിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാണ ബാച്ചിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ അഡ്മിഷൻ എത്രയും പെട്ടെന്ന് ഉറപ്പുവരുത്തുക. നമുക്ക് ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാടാ. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.